Good morning, students. Continuation of Kerala Co-operative Societies Rules 1969. ലാസ്റ്റ് ക്ലാസ്സിലെ പ്രീവിയസ് ക്ലാസ്സിലെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചിരുന്നത്, ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആരംഭിച്ചതിനെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ഹിസ്റ്ററിയിൽ നമുക്ക് ഓർക്കാം, അതായത് കൊച്ചിൻ ആൻഡ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും അതുപോലെ തന്നെ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 കൂടെ മെർജ് ചെയ്തുകൊണ്ടാണ് പിന്നീട് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിട്ടുള്ളത്. ആ ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു. അതിനുശേഷം നെക്സ്റ്റ് ടോപ്പിക് നമ്മുടെ എന്തായിരുന്നു? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഇൻക്ലൂഡ്സ് 110 സെക്ഷൻസ് ആൻഡ് 201 റൂൾസ്. അതായത് 110 സെക്ഷനോട് കൂടിയിട്ടും 201 റൂൾസോടും കൂടി അടങ്ങിയിട്ടുള്ള ഒരു ആക്റ്റാണ് ഇത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാലോ, ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഇറ്റ് ഈസ് ഫോർ ദി ഓർഡർലി ഡെവലപ്മെൻറ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓരോ സെക്ഷനിലും ഈ ആക്റ്റുകൾ പാസ്സാക്കുന്നത് ആ സെക്ടറിലെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ വെൽഫെയറിന് വേണ്ടിയിട്ടോ ഓർഡർലി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റീസ് ഇവിടെ ആക്ട് പാസ്സാക്കുന്നത്. അപ്പോൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടോപ്പിക് ഏതായിരുന്നു? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻസ്, സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. സെക്ഷൻ 2 ഏതാ പഠിച്ചിരിക്കണേ? സെക്ഷൻ 2 ഒരുപാട് ഡെഫിനിഷൻസാണ് നമ്മൾ പഠിച്ചത്. വാട്ട് ഈസ് മെൻ ബൈ ബൈലോ, വാട്ട് ഈസ് മെൻ ബൈ അപ്പെക്സ് സൊസൈറ്റി, വാട്ട് ഈസ് മെൻ ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റി, പിന്നെ അതുപോലെ തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, വാട്ട് ഈസ് മെൻ ബൈ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്. ഓർക്കുണ്ടാവും, ഒരു 20-21 സെക്ഷൻസ്, അതായത് സെക്ഷൻസ് അല്ല, ദെൻ അതിലെ ഡെഫിനിഷൻസാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഇത് പഠിക്കുമ്പോൾ വളരെ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ വളരെ സമ്മറി, കാരണം സെക്ഷനല്ലേ, സെക്ഷൻ വൈസ് തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് 110 റൂൾസും പഠിക്കാനുണ്ട്. അല്ല, 210 നമ്മൾ പറയുന്നതിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ 110 സെക്ഷൻസും 201 റൂൾസും ആണുള്ളത് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മേജറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സെക്ഷൻ 1 and 2, ഈ 2 സെക്ഷൻസ് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ഡിഫറെൻറ്റ് വേർഡ്സ്, ഓരോ വേർഡ്സിൻ്റെയും അപ്പെക്സ് സൊസൈറ്റി, ബൈലോ എന്നൊക്കെ പറയുന്നതിൻ്റെ ഡെഫിനിഷൻസ് മാത്രമാണ് സെക്ഷൻ 2 പഠിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 101, നിങ്ങളുടെ ബുക്കിലെ പേജ് നമ്പർ 101 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 1969. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരം എന്തൊക്കെയാണ് റൂൾസ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് റൂൾസ് എന്ന് പറയുന്നത്. അതിൽ 2 സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്, 2 റൂളാണ് പഠിക്കുന്നത്. 201 റൂള് പഠിക്കാനുണ്ട് കേട്ടോ. 201 ഇപ്പം നമ്മൾ പഠിക്കുന്ന 2 റൂൾസാണ്. ഫസ്റ്റ് റൂളിൽ പറയുന്നത് സാധാരണത്തെ പോലെ തന്നെ ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ് എന്ന് പറയാം. അപ്പോൾ ആദ്യം ഗവൺമെൻറ് ഫ്രെയിംഡ് 181 റൂൾസ് ടു ഇംപ്ലിമെൻറ്റ് ഇൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 15th May 1969. 181 റൂളുകളോട് കൂടി ആരംഭിച്ചതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969. നോ റൂൾസ് റിലേറ്റഡ് ടു ദ സർവീസ് മാറ്റേഴ്സ് ഓഫ് എംപ്ലോയീസ് വെർ ഫ്രെയിംഡ് ഇൻ ഓർഡർ ടു ഇംപ്ലിമെൻറ്റ് സെക്ഷൻ 80. ദെൻ അങ്ങനെ 180, ഇപ്പം നമുക്ക് 201 റൂളുണ്ട്. 181 റൂളോട് കൂടിയിട്ടാണ് 1969 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത്. Then it is only 1st January 1974 the government made rules 180 to 200 section. പിന്നീട് സെക്ഷൻ 80 പ്രകാരം, അതായത് വെൽഫെയർ ഓഫ് എംപ്ലോയീസ് എന്നൊക്കെ പറയുന്നതാണ് സെക്ഷൻ 80 എന്ന് പറയുന്നത്. എങ്ങനെയാണ് എംപ്ലോയീസിന് അവരുടെ വെൽഫെയർ എങ്ങനെയാണ്, അവരുടെ അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയർ എന്താണ്, അവരുടെ പെൻഷൻ, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമാക്കുന്ന ഒരു സെക്ഷനാണ് ഇത് സെക്ഷൻ 80 എന്ന് പറയുന്നത്. ഉണ്ടോ? അപ്പം ഞാൻ സെക്ഷൻ 8 സർവീസ് റെഗുലേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സർവീസ് സെക്ഷൻ 80, അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ വരേണ്ടത് സെക്ഷൻ എത്രയുണ്ട്? സെക്ഷൻ 110 സെക്ഷനുണ്ട്, 201 റൂളുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ 80 റെഗുലേഷൻസ് ഓഫ്, അതിൽ പറയുന്നത് സർവീസ് റെഗുലേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നതിൽ ഒരു റൂൾസും ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് റൂൾസ് കൂടെ ആഡ് ചെയ്യപ്പെട്ടപ്പോൾ ആദ്യം ആരംഭിക്കുമ്പോൾ 181 റൂളുകളോട് കൂടിയത് പിന്നീട് 200 റൂൾസായിട്ട് മാറിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓൺ 17th June 1988 റൂൾ 201 വാസ് ഓൾസോ ആഡഡ്. പിന്നീട് 88 ഒരു റൂൾ കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്രസൻറ്റ് പൊസിഷനിൽ 201 റൂൾസാണ് ഇതിലുള്ളത്.
കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസിൽ ഉള്ളത്. ദെൻ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇനി റൂളിനെ കുറിച്ച് പഠിക്കാനുള്ളത്. റൂളിൽ 201 റൂളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ആദ്യം സെക്ഷൻ പഠിച്ച പോലെ സെക്ഷൻ 1 സെക്ഷൻ 2 പഠിച്ച പോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് റൂൾ 1 റൂൾ 2. റൂൾ 2 എന്ന് പറയുന്നത് ഡെഫിനിഷൻസാണ്. അതേപോലെ തന്നെ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനിഷൻസാണ്. അപ്പോൾ അതാണ് ഇതിൽ പഠിക്കാനുള്ളത്. ദെൻ ഇവിടെ സെക്ഷൻ 1 section short title and extent of rule 1. Section 1 of the rules specify the name of the rules. These rules may be called Kerala Co-operative Societies Rule 1969. അതായത് റൂൾ 1 സെക്ഷൻ 1 റൂൾ 1 പ്രകാരം റൂൾ 1 എന്താ പറഞ്ഞിരിക്കണേ 1969 പ്രകാരം. ശരിക്കും സെക്ഷൻ 1 പറയുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു, അത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതാണ്. അതിൻ്റെ നെയിം, ടൈറ്റിൽ അല്ലെങ്കിൽ ടൈറ്റിൽ, എക്സ്റ്റെൻറ്റ് ഇതൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് ഇത് നിലവിൽ വന്നു എന്ന് പറഞ്ഞു. ദീസ് റൂൾസ് മേ ബി കോൾഡ് ആസ് ഇത് പ്രകാരം സെക്ഷൻ 1 ഓഫ് ദ റൂൾസ് സ്പെസിഫൈ ദ നെയിം ഓഫ് ദ റൂൾസ് ആസ് ദീസ് റൂൾസ് മേ ബി കോൾഡ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 1969 നിലവിൽ വന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഷോർട്ട് ഡെഫിനിഷൻസ് ഓഫ് റൂൾ 2. റൂൾ 2 ഇനി എന്തൊക്കെ ഡെഫിനിഷൻസ് ആണ്? ഫസ്റ്റ് വൺ ഈസ് ആക്ട്, ഡിക്രി, ഡിക്രി ഹോൾഡർ, ഡീഫോൾട്ട്, ഡീഫോൾട്ടർ, ഫോം, നെറ്റ് പ്രോഫിറ്റ്, സെക്ഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 റൂൾസാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പേജ് നമ്പർ 101 എന്താ പഠിക്കേണ്ടത്? റൂൾ എന്താണെന്നും ആ റൂളിൽ അതായത് റൂൾ 2 എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. റൂൾ 2 ഡെഫിനിഷൻസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വാട്ട് ഈസ് മെൻ ബൈ നെറ്റ് പ്രോഫിറ്റ്, വാട്ട് ഈസ് മെൻ ബൈ ആക്ട്, വാട്ട് ഈസ് മെൻ ബൈ ഡീഫോൾട്ട്, വാട്ട് ഈസ് മെൻ ബൈ ഡിഫോൾട്ടർ എന്ന് പറയുന്ന ടേംസിൻ്റെ ഡെഫിനിഷനാണ് റൂൾ 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ വാട്ട് ഈസ് ദെൻ ഫസ്റ്റ് വൺ ഈസ് ഡെഫിനിഷൻ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് യൂസ്ഡ് ഇൻ കേരള കോപ്പറേറ്റീവ് സെക്ഷൻസ് റൂൾസ് 1969 ആർ ഗിവൺ ഇൻ റൂൾ 2 ആസ് ഫോളോസ്. റൂൾ 2 ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡെഫിനിഷൻസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ആക്ട്. സാധാരണ രീതിയിൽ നമ്മൾ എന്താ ആക്ട് എന്നുള്ള വേർഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് മെൻ ബൈ ആക്ട്? ആക്ടിങ്, ഡൂയിങ് സംതിങ് അല്ലേ? ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക, അതാണ് ആക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റൂൾ 2 വാട്ട് ഈസ് മെൻ ബൈ ആക്ട്? ആക്ട് മീൻസ് ഡൂയിങ് സംതിങ്. ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് ആക്ട്. വാട്ട് ഈസ് മെൻ ബൈ ഡിക്രി? എന്താ ഡിക്രി എന്ന് പറഞ്ഞാൽ വേർഡ് കേട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ, DECREE ഡിക്രി. ഡിക്രി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ശരിക്കും നമുക്ക് അറിയാവുന്ന ഒരു വേർഡ് മീനിങ്, ഡിക്രി ആൻ ഒഫീഷ്യൽ ഓർഡർ ദാറ്റ് ഹാസ് ദ ഫോഴ്സ് ഓഫ് ലോ. വാട്ട് ഈസ് മെൻ ബൈ ഡിക്രി? നിങ്ങളവിടെ കുറിച്ച് വയ്ക്കുക, നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് നിങ്ങൾ കുറിച്ച് വയ്ക്കുക. വാട്ട് ഈസ് മെൻ ബൈ ഡിക്രി? ആൻ ഒഫീഷ്യൽ ഓർഡർ. ഡിക്രി മീൻസ് ആൻ ഒഫീഷ്യൽ ഓർഡർ ദാറ്റ് ഹാസ് ദ ഫോഴ്സ് ഓഫ് ലോ. ഒരു നിയമപ്രകാരം നടപ്പിലാക്കേണ്ട ചില ഒഫീഷ്യൽ ഓർഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിക്രി. DECREE. സെയിം ടൈം ഈ ഡിക്രീനെ എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം റൂൾ 2 ഡിഫൈൻ ചെയ്തിരിക്കണമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഡിക്രി മീൻസ് എനി ഓർഡർ, ഡിസിഷൻ ഓർ അവാർഡ് റിഫേർഡ് ടു ഇൻ സെക്ഷൻ 76 ഓഫ് ദ ആക്ട്. സെക്ഷൻ 76 ഓർഡർ, ഡിസിഷൻ ഓർ അവാർഡ് ഇതിനെയാണ് ഡിക്രി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന റൂളിൽ. ഇപ്പം നമ്മൾ ഇതെന്താണ്, ഇതിനെങ്ങനെയാണ് ഡിഫൈൻ, നമ്മൾ പല കേസുകളും നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഇത് ഇന്ത്യൻ ആക്ട് പ്രകാരം, ഇന്ത്യൻ റൂൾ പ്രകാരം ഇതിനെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇൻ്റർനാഷണൽ റൂൾ പ്രകാരം ഇതിനെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു ക്ലോസ് ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യൻ ആക്ട് പ്രകാരം ഇത് അപ്ലിക്കബിൾ ആണ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ ആ ഡെഫിനിഷനിൽ എല്ലാ കണ്ടൻറ്റും ഉണ്ടായിരിക്കണം. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു റൂൾ 2 എന്ന് പറയുന്നത് ചില വേർഡ്സിൻ്റെ ഡെഫിനിഷനാണ്. ക്ലിയർ ആയല്ലോ അത്? റൂൾ 2 എന്ന് പറയുന്നത് എന്താ? റൂൾ 2 ഡെഫിനിഷൻസ് ഓഫ് സം വേർഡ്സ് റിലേറ്റഡ് ടു കോപ്പറേറ്റീവ് സെക്ടർ. ഫസ്റ്റ് വേർഡ് ഏതാ പഠിച്ചത്? ആക്ട്, ദാറ്റ് ഈസ് ആക്ടിങ്. സെക്കൻഡ് വേർഡ് ഏതാ പഠിച്ചത്? ഡിക്രി. ഡിക്രി എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ഒഫീഷ്യൽ ഓർഡർ ദാറ്റ് ഹാസ് ദ ഫോഴ്സ് ഓഫ് ലോ. നിയമപ്രകാരം നിലവിൽ വരുന്ന ചില ലോസ്, നിയമങ്ങളെയാണ് അല്ലെങ്കിൽ ചില ഓർഡേഴ്സിനെയാണ്, നിയമങ്ങളെയല്ല, നിയമപ്രകാരം നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുന്ന ചില ഓർഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയണേ? ഡിക്രി എന്ന് പറയണേ. ക്ലിയർ?
എന്നാൽ ഇവിടെ ഡിക്രി മീൻസ് എനി ഓർഡർ, that may be an order, that may be an award or decision referred to in section 76 of the act. KCS Act 1969 പ്രകാരം സെക്ഷൻ 76 എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡിക്രി. അതായത് ഓർഡർ എന്താണ്, ഡിസിഷൻ എന്താണ്, അവാർഡ് എന്താണെന്നൊക്കെ വളരെ നല്ലൊരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനെയാണ് ഇവിടെ നമ്മൾ എന്ത് പറയുന്നത്, ഡിക്രി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ഡിക്രി ഹോൾഡർ. തേർഡ് വൺ ഈസ് ഡിക്രി ഹോൾഡർ. ദാറ്റ് മീൻസ് ഡിക്രി ഹോൾഡർ മീൻസ് എനി പേഴ്സൺ ഡൂയിങ് എ ഡിക്രി ഓർ ലീഗൽ അസൈനി ഓഫ് ദ ഡിക്രി. ആർക്കാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്, ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, ദെൻ ഹീ ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിക്രി ഹോൾഡർ. ഒഫീഷ്യലി എൻഫോഴ്സ് ചെയ്യണം കേട്ടോ, ഒഫീഷ്യലി എൻഫോഴ്സ് ചെയ്യണം. നമ്മൾ ഡിക്രി എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ ഒഫീഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് വരുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്കത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡറാണ്, നമ്മൾ അയാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അസൈൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള വേർഡ് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇവിടെ ഡിക്രി ഹോൾഡർ എന്ന് പറയുമ്പോൾ ഡിക്രി ഹോൾഡർ മീൻസ് എനി പേഴ്സൺ ഹോൾഡിങ് എ ഡിക്രി, ആരാണോ ആ ഓർഡർ റിസീവ് ചെയ്തിരിക്കുന്നത്, ആരിലാണോ ആ ഓർഡർ ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഓർ ലീഗൽ അസൈനി ഓഫ് ദ ഡിക്രി, ആ ഡിക്രി ആരിലാണോ ദാറ്റ് പേഴ്സൺ ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിക്രി ഹോൾഡർ. Okay, clear? The next one is, what is meant by default? What is the meaning of the word default? Default means failure on the part of any person. നമുക്കൊക്കെ സംഭവിക്കാറുള്ളതാണ്. എന്താ ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് സംഭവിക്കാവുന്ന മിസ്റ്റേക്കുകളെയാണ് നമ്മൾ സാധാരണ എന്ത് പറയാറുള്ളത്, ഡീഫോൾട്ട് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫോൾട്ട് മീൻസ് ഫെയിലിയർ ഓൺ ദ പാർട്ട് ഓഫ് എനി പേഴ്സൺ ടു റീപേ ടു സം ഫിനാൻസിങ് ബാങ്ക് or to any other society a loan or any other amount due to within the time fixed for repayment of the return to the society, or within the time fixed the finished goods in respect of materials advance, or to give other obligation of the fulfillment of which time limit has been specified in bylaws. ഒരു ബൈലോ പ്രകാരം ഏൽപ്പിച്ചിരിക്കുന്ന ഒബ്ലിഗേഷൻസിൽ വരുത്തുന്ന ഫോൾട്ടിനെയാണ്, ഫെയിലിയറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡീഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 വേർഡ്സാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ 4 വേർഡ്സ് ഏതാ? ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ ആക്ട്, സെക്കൻഡ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ ഡിക്രി. ആക്ട്, ഡിക്രി, ഡിക്രി ഹോൾഡർ, ഡീഫോൾട്ട്. ആക്ട്, ഡിക്രി, ഡിക്രി ഹോൾഡർ ആൻഡ് ഡീഫോൾട്ട്. ദെൻ ഹൂ ഈസ് ആൻ ഡിഫോൾട്ടർ? ഡിഫോൾട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന വേർഡ് എന്താ, ഡിഫോൾട്ടർ. അവിടെ നിന്ന് പെന്നുകൊണ്ട് കുറിച്ച് വയ്ക്കുക. ഡിഫോൾട്ടർ, എ പേഴ്സൺ ഹൂ ഫെയിൽസ് ടു ഫുൾഫിൽ എ ഡ്യൂട്ടി, ഒബ്ലിഗേഷൻ ഓർ അണ്ടർടേക്കിംഗ്. ഡീഫോൾട്ട് എന്താണെന്ന് മനസ്സിലായി. ആ ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഫെയിലിയർ ഓൺ ദ പാർട്ട് ഓഫ് എനി പേഴ്സൺ, ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകാവുന്ന ഡ്യൂട്ടി ഫെയിലിയറിനെയാണ് നമ്മൾ എന്താ പറയുക, ഡിഫോൾട്ട് എന്ന് പറയുക. ആരുടെ അടുത്താണോ സംഭവിച്ചിരിക്കുന്നത്, ഹു ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിഫോൾട്ടർ. Defaulter means a person who fails to fulfill a duty, obligation or undertaking. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഡിഫോൾട്ടർ എന്നൊക്കെ പറയുന്ന വേർഡ്സൊക്കെ നമ്മൾ പലപ്പോഴും അത് നിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഫോൾട്ടാണ്, ഡിഫോൾട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയാറുണ്ട്. അത് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ, ആ ചെയ്തിരിക്കുന്ന ജോലി അയാളെ ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, നമുക്ക് അതാത് സമയം നമുക്ക് ലോൺ റീപേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഹു ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിഫോൾട്ടർ. എ പേഴ്സൺ ഹൂ ഫെയിൽസ് ടു ഫുൾഫിൽ എ ഡ്യൂട്ടി, ഒരു ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കാതിരിക്കുക, അയാളുടെ ചുമത്തിയിരിക്കുന്ന ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാതിരിക്കുക, ഓർ അണ്ടർടേക്ക് അത് ഫുൾഫിൽ ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിഫോൾട്ടർ. അപ്പോൾ ഈ റൂൾ 2 പ്രകാരം ചില വേർഡ്സുകളെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ചില വേർഡ്സുകളെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ ഫോം. ഫോം മീൻസ് എ ഫോം സെറ്റ് ഔട്ട് ഇൻ ദ അപ്പൻഡിക്സ് 2. അപ്പൻഡിക്സ് 2-ലെ ഫോം എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫോം മീൻസ് എ ഫോം സെറ്റ് ഔട്ട് ഇൻ അപ്പൻഡിക്സ് 2, അതായത് ഓരോന്നിനും ഓരോ ഫോമുകൾ, അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫോം. ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ net profit. Net profit means net profit as certified by the director or cooperative audit. അവിടെ
നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് വ്യക്തമാക്കുന്നത് എന്താണോ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് ആസ് സർട്ടിഫൈഡ്. നെറ്റ് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇൻകം ഓവർ ദി കോസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് മീൻസ് ഇൻകം ഓവർ ദി കോസ്റ്റ്. എസ്പെഷ്യലി കൊമേഴ്സ് സ്റ്റുഡൻസിന് അറിയാം വാട്ട് ഈസ് മീൻ ബൈ നെറ്റ് പ്രോഫിറ്റ്, ഞാൻ പറഞ്ഞു. ദെൻ നമുക്കറിയാം റൂൾ പ്രകാരം നെറ്റ് പ്രോഫിറ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്. ദാറ്റ് വേർഡ് മീൻസ് ഇറ്റ് ഈസ് മീൻ ബൈ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് ആസ് സർട്ടിഫൈഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അതായത് കോപ്പറേറ്റീവ് ഓഡിറ്റിന് ശേഷം ഡയറക്ടർ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിനെയാണ് നമ്മളിവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് അത് ആക്ച്വൽ ആണോ, അവിടെ ഓഡിറ്റിംഗ് പ്രോസസ്സിന് ശേഷം ഓഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്, നിങ്ങൾ നെക്സ്റ്റ് സെമസ്റ്ററിൽ പഠിക്കും വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. ശരിക്കും ഈ പറയുന്ന എല്ലാം ഓഡിറ്റിംഗ് പ്രോസസ്സിന് വിധേയമാക്കി കഴിഞ്ഞാൽ, ഓഡിറ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കത് ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് ആണോ എന്നുള്ള കാര്യം വ്യക്തമാവാം. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സെയിൽ. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന വേർഡ്സ് ഒന്നും കൂടി ആലോചിച്ച് നോക്കുമോ. വാട്ട് ഈസ് മീൻ ബൈ ആക്ട് അല്ലേ, വാട്ട് ഈസ് മീൻ ബൈ ആക്ട്. ദെൻ നെക്സ്റ്റ് വേർഡ് ഈസ് ഡിക്രി, ഡിക്രി ഹോൾഡർ. അപ്പോൾ ആദ്യം വാട്ട് ഈസ് മീൻ ബൈ ആക്ട്, ഡിക്രി ആൻഡ് ഡിക്രി ഹോൾഡർ, default and defaulter, default and defaulter. Then what is meant by form, what is meant by net profit. ഇനി രണ്ട് മൂന്ന് വേർഡ് കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. what is meant by sales officer. sales officer എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ who execute the sales work or that is that person is called as sales officer എന്നൊക്കെ നമുക്കറിയാം. അതായത് sales officer offers oversee other people as they work together to meet income projections for an organization. ഇൻകം പ്രൊജക്ഷൻ ആക്ടിവിറ്റീസിനെ എന്താ പറയുക സമ്മപ്പ് ചെയ്യുന്ന, അതായത് ഇൻകം പ്രൊജക്ഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ റവന്യൂ ക്രിയേറ്റിംഗ് ആക്ടിവിറ്റീസ്. ആരാണോ അത്തരത്തിലുള്ള റവന്യൂ ക്രിയേറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന അയാളെയാണ് നമ്മൾ സെയിൽസ് ഓഫീസർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ സെയിൽസ് ഓഫീസർ ഓഫേഴ്സ് ഓവർസീ അതർ പീപ്പിൾ, മറ്റുള്ളവരുടെ കണ്ണിൽ സെയിൽസ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ദേ വർക്ക് ടുഗദർ ടു മീറ്റ് പ്രൊജക്ഷൻസ് ഫോർ എൻ ഇൻകം പ്രൊജക്ഷൻസ് ഫോർ എൻ ഓർഗനൈസേഷൻ. അതായത് റവന്യൂ ക്രിയേഷൻ ആക്ടിവിറ്റീസിനെ നോക്കിക്കാണുന്ന അതെല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണ് നമുക്ക് എന്ത് പറയാം, സെയിൽസ് ഓഫീസർ എന്ന് പറയാം. ഇവിടെ സെയിൽസ് ഓഫീസർ മീൻസ് ആൻ ഓഫീസർ ഓഫ് എ ഡിപ്പാർട്ട്മെൻറ്റ് എംപവേർഡ് ബൈ ദ രജിസ്ട്രാർ. എന്നാൽ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ കമ്പനികളിലൊക്കെ സെയിൽസ് ഓഫീസർ പറയുന്നതെങ്കിൽ കൂടെ സെയിൽസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു ടേമിനെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം റൂൾ 2-ലെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതാണ് നമുക്കറിയേണ്ടത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ അതിൽ സെയിൽസ് ഓഫീസർ മീൻസ് ആൻ ഓഫീസർ ഓഫ് എനി ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസർ ഓഫ് എനി ഡിപ്പാർട്ട്മെൻറ്റ് എംപവേർഡ് ബൈ ദ രജിസ്ട്രാർ by general or special order to conduct the attachment and sale or sales without attachment of the property of the defaulters or to execute the order or decision of the registrar in regard to attachment and sale or sale without attachment of the property of the defaulter. അതായത് ഒരു എന്താ പറയുക രജിസ്ട്രാർ അല്ലെങ്കിൽ ആൻ ഓഫീസർ ഓഫ് എനി ഡിപ്പാർട്ട്മെൻറ്റ് എംപവേർഡ് ബൈ ദ രജിസ്ട്രാർ ഒരു ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ നോക്കുന്നതിനായിട്ട്. അതിലെ ദാറ്റ് മീൻസ് സെയിൽസ് ഓഫീസർ മീൻസ് ആൻ ഓഫീസർ ഓഫ് എനി ഡിപ്പാർട്ട്മെൻറ്റ് എംപവേർഡ് ബൈ ദ രജിസ്ട്രാർ. ആ ചാർജ് സെയിൽസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി ആരിലാണോ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ, സ്പെഷ്യൽ ഓർഡർ പ്രകാരമോ ജനറൽ ഓർഡർ പ്രകാരമോ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ദെൻ ഓർഡർ ടു കണ്ടക്ട് ദ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓർ സെയിൽ, അറ്റാച്ച്മെൻറ്റ് സെയിൽ ആവാം അല്ലെങ്കിൽ സെയിൽ ആവാം, ഓർ സെയിൽ വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ഡിഫോൾട്ടർ. ഇതൊന്നും അല്ലാതെ എന്താണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആരെയാണോ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാനായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ആരെയാണോ ചുമതലപ്പെടുത്തിയിരിക്കണേ ആ വ്യക്തിയാണ് നമ്മൾ എന്ത് പറയുന്നത് സെയിൽസ് ഓഫീസർ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടേം ഈസ് വാട്ട് ഈസ് മെൻ ബൈ സെക്ഷൻ. സെക്ഷൻ മീൻസ് സെക്ഷൻ ഓഫ് ദ ആക്ട്. ഒരു ആക്റ്റിൽ ഓരോ സെക്ഷനെയാണ് സെക്ഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് മെൻ ബൈ നെക്സ്റ്റ് റൂൾ വർക്കിംഗ് ക്യാപിറ്റൽ. സാധാരണ നമ്മൾ പറയും വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഇതാണ് നമുക്കറിയാവുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ്
such portion of the reserve fund, other fund, paid up share capital, loans and deposit received by the society and debentures issued by a society have not been invested in building and other fixed asset. അതായത് റിസർവ് ഫണ്ടിൻ്റെ പോർഷൻ ആയാലും അതർ ഫണ്ട് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ പോർഷൻ ആയാലും ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റിൻ്റെ പോർഷൻ ആയാലും റിസീവ്ഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ സൊസൈറ്റി ഹാവ് നോട്ട് ബീൻ ഇൻവെസ്റ്റഡ് ഇൻ ബിൽഡിംഗ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഫണ്ടിൽ ഫിക്സഡ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ബാക്കിയുള്ള എമൗണ്ടിന് നമുക്ക് എന്ത് പറയാം? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അതായത് കറണ്ട് അഫെയർസ്, അതായത് കറണ്ട് ഡീലിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ സാധാരണ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ദ ഫണ്ട് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഫോർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്, utilization of finance, utilization of fund, utilization of finance for the day-to-day activities of the business, that is also called as working capital. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന പണത്തെയാണ് നമ്മൾ എന്ത് പറയുക? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫണ്ട് റിസർവ് ഫണ്ടിൻ്റെ ഭാഗമായാലും ഷെയർ ക്യാപിറ്റലിൻ്റെ പോർഷൻ ആണെങ്കിലും ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റിൻ്റെ പോർഷൻ ആണെങ്കിലും ഏത് പോർഷൻ ആയാലും ദെൻ ഡിബഞ്ചേഴ്സിൻ്റെ പോർഷൻ ആയാലും കൂടെ ഹാവ് നോട്ട് ബീൻ ഇൻവെസ്റ്റഡ് ഇൻ ബിൽഡിങ്സ് ആൻഡ് അതർ ഫിക്സഡ് അസറ്റ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിലോ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിലോ ഒന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ സ്ഥാപനത്തിൻ്റെ അത് ഇൻവെസ്റ്റ് ചെയ്യാതെ ബാക്കി എമൗണ്ടിന് നമുക്ക് എന്തെന്ന് പറയാം? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് യൂട്ടിലൈസ്ഡ് ഫോർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്? റൂൾസ് എന്ന് പറയുന്ന ഡെഫിനിഷൻസ് മാത്രം. അപ്പോൾ ഞാനൊരു സമ്മറിയിലേക്ക് വരാട്ടോ അതിൻ്റെ. അപ്പോൾ നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമസംഹിതയാണ്. ആ നിയമത്തിൽ എങ്ങനെയാണ് ഒരു സൊസൈറ്റി നടത്തിക്കൊണ്ടു പോകേണ്ടത്? ഓർഡർലി ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, അതാണ് സൊസൈറ്റി. അങ്ങനെ ഒരു നിയമസംഹിതയിലെ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ 110 സെക്ഷൻസും 201 റൂളാണുള്ളത്. ആ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് രണ്ട് സെക്ഷനേ പഠിച്ചിട്ടുള്ളൂ, സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. ക്ലിയർ? സെക്ഷൻ 1 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലയിൽ വന്നു. അതിൻ്റെ ഏത് വർഷം ഏത് ഡേറ്റ് എന്ന് പറയുന്നതാണ് ഡിക്ലെയർഡ്. അതാണ് May 15th 1969 അല്ലേ? അപ്പോഴാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതാണ് സെക്ഷൻ 1. പിന്നെ നമ്മൾ സെക്ഷൻ 2 ഡെഫിനിഷൻസ്, അപ്പെക്സ് സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ബൈലോ എന്നൊക്കെ പറയുന്നതിൻ്റെ ഡെഫിനിഷൻസ്. അപ്പോൾ 2 സെക്ഷനേ പഠിച്ചിട്ടുള്ളൂ. അതേപോലെ ആ 2 സെക്ഷനിൽ തന്നെ രണ്ടാമത്തെ സെക്ഷനിൽ ഒരുപാട് വേർഡ്സിൻ്റെ മീനിങ്സാണ് നമ്മൾ പഠിച്ചിരുന്നത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കണേ എന്നൊക്കെ പറയുമ്പോൾ അപ്പെക്സ് സൊസൈറ്റി, അസിസ്റ്റഡ് സൊസൈറ്റി, ഓഡിറ്റിംഗ്, ബൈലോ, കോപ്പറേറ്റീവ് എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ സെക്ഷൻ 2 പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അത്ര വരെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ റൂളിലും 2 റൂളേ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ. ദെൻ റൂൾ 1 ആൻഡ് റൂൾ 2 വീണ്ടും ബേസിക് ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തു. റൂൾ 1 എന്ന് പറയുന്നത് ഓരോ സെക്ഷനിലും ചില റൂൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു 201 റൂൾ ഉണ്ടെങ്കിൽ കൂടെ 181 റൂളോട് കൂടിയിട്ടാണ് 1969 ഇത് ആരംഭിച്ചിരിക്കണേ. എന്നാൽ സർവീസ് റെഗുലേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്ന സെക്ഷൻ 80 പ്രകാരം ചില റൂൾസ് ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് 1974 ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 1974 അത് ആഡ് ചെയ്യപ്പെടുമ്പോൾ 181 റൂൾ ഉണ്ടായിരുന്നത് ഇത്രയും റൂൾസ് കൂടെ ആഡ് ചെയ്യപ്പോൾ 200 റൂൾസായിട്ട് മാറി. പിന്നീട് ഒരു റൂൾ കൂടെ ആഡ് ചെയ്ത് 201 റൂൾസായിട്ട് മാറി. ക്ലിയർ? ഇനി നമ്മൾ പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ റൂൾ, എങ്ങനെയാണ് റൂളിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ സെക്ഷൻ 1 എന്താണ് റൂൾ എന്നുള്ളത്. സെക്ഷൻ 1 റൂൾ 1 എന്ത് പറയുന്നുണ്ട്? സെക്ഷൻ 1 ഓഫ് ദ റൂൾസ് സ്പെസിഫൈ ദ നെയിം ഓഫ് ദ റൂൾസ് ആസ് ദീസ് റൂൾസ് മേ ബി കോൾഡ് ഇൻ ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ്. ആ സെക്ഷൻ 1 റൂൾ 1 എന്താണ് റൂൾ എന്ന് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഡെഫിനിഷൻ ഓഫ് റൂൾ 2. റൂൾ 2 വന്നപ്പോഴും അവിടെ നമുക്കറിയാത്തൊരു ഒരുപാട് ടേംസിൻ്റെ ഡെഫിനിഷൻസ് ആണ് റൂൾ 2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ടേംസുകളാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ള? വാട്ട് ഈസ് മീൻ ബൈ ആക്ട്, വാട്ട് ഈസ് മീൻ ബൈ ഡിക്രി, വാട്ട് ഈസ് മീൻ ബൈ ഡിക്രി ഹോൾഡർ, വാട്ട് ഈസ് മീൻ ബൈ default, then defaulter, no, defaulter, the next one is what is meant by form and net profit, sales officer, section and working capital. അപ്പോൾ ഇത്രയും ഈ പാർട്ടിൽ നമ്മൾ അവസാനിച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ കടക്കുന്നത് നെക്സ്റ്റ് പാർട്ടിലേക്കാണ്, മേജർ സെക്ഷൻസ് ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ നമ്മൾ ഈ 110 സെക്ഷനൊന്നും പഠിക്കണ്ട. 110 സെക്ഷനിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കാവുന്ന ചില സെക്ഷൻസ് എന്താണ്? ചിലപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നമ്മൾ സാധാരണ കുട്ടികളൊക്കെ ഈ കോപ്പറേഷൻ ഇലക്റ്റീവായിട്ട് സെലക്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഞാനൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്ററാവും, കോപ്പറേറ്റീവ് സൊസൈറ്റി ആ സെക്ഷനിൽ രജിസ്ട്രാർ ആവാം, അല്ലെങ്കിൽ അത്തരം മേഖലകൾ കൈകാര്യം ചെയ്യുന്ന. ഞാൻ കഴിഞ്ഞ ദിവസം കുറേ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയൊക്കെ ഹെഡ്, അപ്പെക്സ് സൊസൈറ്റീസിൻ്റെയൊക്കെ പേര് പറഞ്ഞു തന്നില്ലേ, അവിടെ മാർക്കറ്റ് ഫെഡ്, കൺസ്യൂമർ ഫെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കോപ്പറേറ്റീവ്. അപ്പോൾ തന്നെ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട് അല്ലേ? അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് എക്സാം എഴുതിയെത്തുക, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു എംപ്ലോയി ആവുക, അവിടുത്തെ സർവീസ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില സെക്ഷൻസ് ആ ലോയിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ 110 സെക്ഷൻസ് നമ്മളോട് പഠിക്കാൻ പറയുന്നില്ല. ചില പ്രധാനപ്പെട്ട സെക്ഷൻസ് ഓർത്ത്, ഇന്ന സെക്ഷൻ 80 ഒരുപാട് തവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. സെക്ഷൻ 80 എന്താ? സെക്ഷൻ 80 സർവീസ് റെഗുലേഷൻ ഓഫ് എ എംപ്ലോയീസ്. സർവീസ് റെഗുലേഷൻ ഓഫ് ആൻ എംപ്ലോയീസ്, ഒരു എംപ്ലോയീസിൻ്റെ സർവീസ് റെഗുലേഷനെ കുറിച്ച്. അതിൽ ഞാൻ പറഞ്ഞു ആദ്യത്തിൽ ഒരുപാട് റൂൾസ് ഒന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാത്തതുകൊണ്ട് പിന്നീട് അവിടെ കുറേ റൂൾസ് കൊണ്ടുവന്നിരിക്കുകയാണ് ആ സെക്ഷനിൽ, കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെക്ഷൻസ് ഓരോ സെക്ഷനിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 110 സെക്ഷനിൽ നമുക്കൊരു കുറച്ച് സെക്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സെക്ഷൻ 10 വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കാം. സെക്ഷൻ 10 വരെയിലെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയണത് നോക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം, ടെക്സ്റ്റ് ബുക്ക് എടുക്കണം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആക്ട് 21 ഓഫ് ദ 69 is the act relating to the cooperative societies in the state. This act has come into force on 15th May 1969 by the notification of the government in the Gazette. ഗസറ്റ് വിജ്ഞാപനത്തിൽ വന്നതിന് ശേഷം മെയ് 15-ാം തീയതി 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ. എല്ലായിടത്തും നമ്മൾ ആ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കാറുണ്ട് ഇല്ലേ? അപ്പോൾ തന്നെ അവിടെ ഏതാ രണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കൊച്ചിൻ ആൻഡ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും അതുപോലെ തന്നെ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 പ്രകാരം ആ സൊസൈറ്റീസ് ആക്റ്റും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയതായിട്ടുള്ള കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 നിലവിൽ വന്നിരിക്കുന്നത്. ഇനി വാട്ട് ആർ ദി സെക്ഷൻസ് നമുക്ക് നോക്കാം. സെക്ഷൻ 1 ഇനി പറയാതെ തന്നെ നിങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു തരും. സെക്ഷൻ 1 എന്ന് പറയുമ്പോൾ നെയിം, ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ്, നെയിം, എക്സ്റ്റെൻറ്റ് ആൻഡ് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ്. സെക്ഷൻ 1 അതായത് ഗവൺമെൻറ് ഗസറ്റിലെ വിജ്ഞാപനം വന്നിരിക്കുന്നതിനനുസരിച്ച് കേരളത്തിൽ നമ്മൾ എന്ത് കൊണ്ടുവന്നിരിക്കുന്നു, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 1 നെയിം, extent and date of commencement. The act may be called the Kerala Cooperative Societies Act 1969. Section 1 എല്ലാവർക്കും അറിയാം. Name, date of commencement. Name, extent and date of commencement എന്നാണ് നിലവിൽ വന്നിരിക്കുന്നത്. സെക്ഷൻ 2 എല്ലാവർക്കും അറിയാം. സെക്ഷൻ 2 എന്താ? ഡെഫിനിഷൻസ് ഏതൊക്കെ വേർഡ്സിൻ്റെ ഡെഫിനിഷൻസാ? അപ്പെക്സ് സൊസൈറ്റി, അസിസ്റ്റഡ് സൊസൈറ്റി, then bylaw, circle cooperative union, central society, chief executive, committee, cooperative principal, district cooperative bank, cooperative examination board, cooperative development bank, primary credit society, special officer, etc. ഞാനിനി പറയുന്നില്ല. ഒരു 20-21 ഡെഫിനിഷൻസ് നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രമാത്രം. സെക്ഷൻ 1 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ നെയിം, എക്സ്റ്റെൻറ്റ് ആൻഡ് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ്. സെക്ഷൻ 2 ഡെഫിനിഷൻസ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് എക്സാമ്പിൾ ഇങ്ങനെ എഴുതി വയ്ക്കുക. അപ്പെക്സ് സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ഓഡിറ്റിംഗ്, എക്സാമിനേഷൻ ബോർഡ്, ഇലക്ഷൻ പ്രോസസ്, വിജിലൻസ് ഓഫീസർ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ഇതൊക്കെ ചില എക്സാമ്പിൾസ് ആയിട്ട് എഴുതി വയ്ക്കാം. സെക്ഷൻ 3 ഏതാ പറയുന്നത്? രജിസ്ട്രാർ. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. Registrar includes any officer on whom the powers of the registrar are conferred. അപ്പോൾ എന്താ പറയുന്നത്? സെക്ഷൻ 3 പ്രകാരം ദ രജിസ്ട്രാർ, ഹു ഈസ് എ രജിസ്ട്രാർ. സെക്ഷൻ 2 ആരാണ് രജിസ്ട്രാർ? രജിസ്ട്രാർ ഇൻക്ലൂഡ്സ്
any person on whom the powers of the registrar are conferred. ഒരു രജിസ്ട്രാർക്ക് ഉണ്ടായിരിക്കേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്, അയാളുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അയാളുടെ പവേഴ്സ്, ഇതൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് രജിസ്ട്രാർ. അപ്പോൾ സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 ഇത്രയും പഠിച്ചിട്ടുണ്ട്. രജിസ്ട്രാർ ആരാണ്, ഹു ഈസ് എ രജിസ്ട്രാർ. ദെൻ സെക്ഷൻ 6, 3 കഴിഞ്ഞാൽ 4ഉം 5 ഒന്നും പഠിക്കണില്ല കേട്ടോ നമ്മൾ. സെക്ഷൻ 6 അപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന സെക്ഷൻസൊക്കെ നമുക്ക് പിന്നീട് പഠിക്കേണ്ടി വരും. സെക്ഷൻ 6 എന്താ പറയുന്നത്, അപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ പ്രോസസ്സിനെ കുറിച്ച് എന്തൊക്കെയാണ്, അപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെക്ഷൻ 7, societies shall not overlap the area of operation of another society of same type. ഇവിടെ സൊസൈറ്റീസ് ഷാൾ നോട്ട് ഓവർലാപ്പ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ, അതായത് ഓരോ സൊസൈറ്റിക്കും നിജപ്പെടുത്തിയിട്ടുള്ള ഏരിയാസ് ഓപ്പറേഷനെ എന്ത് ചെയ്യാൻ പാടില്ല, അതായത് സൊസൈറ്റി ഷാൾ നോട്ട് ഓവർലാപ്പ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി ഓഫ് സെയിം ടൈപ്പ്, ഒരേപോലെ. ദെൻ നമ്മുടെ സൊസൈറ്റീസ് അക്സെപ്റ്റഡ് ബൈ ഗവൺമെൻറ് ഫ്രം ഓവർലാപ്പിംഗ്, ഫ്രീ ഫ്രം ലയബിലിറ്റി ഓഫ് ഇമ്പോസ്ഡ് ഓൺ അതേഴ്സ്. അതായത് അതിന് എക്സാമ്പിൾ പറയുന്നതാണ്, ഗവൺമെൻറ് ചില എക്സെപ്ഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ട്, ലയബിലിറ്റീസ് ഒക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, റബ്ബർ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ, ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ് ആൻഡ് പ്രിൻറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, മോട്ടോർ ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ക്യാൻറ്റീൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അത്രയും കുറിച്ചിട്ടാണ് പിന്നെ സൊസൈറ്റീസ് ഷാൾ നോട്ട് ഓവർലാപ്പ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ, സെക്ഷൻ 7. ഇനി സെക്ഷൻ 9, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൾ ബി ബോഡീസ് കോർപ്പറേറ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി ബോഡീസ് കോർപ്പറേറ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൾ ബി ബോഡി കോർപ്പറേറ്റ്. അപ്പോൾ ഏതൊക്കെ സെക്ഷൻസ് ആണെന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ. സെക്ഷൻ 1 നെയിം, എക്സ്റ്റെൻറ്റ് ആൻഡ് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. സെക്ഷൻ 2 ഡെഫിനിഷൻസ്. സെക്ഷൻ 3 ഹൂ ഈസ് എ രജിസ്ട്രാർ, ഡെഫിനിഷൻ ഓഫ് രജിസ്ട്രാർ. കണ്ടോ, ഹൂ ഈസ് എ രജിസ്ട്രാർ. രജിസ്ട്രാർ ഇൻക്ലൂഡ്സ് എനി പേഴ്സൺ ഓൺ ഹൂം ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ ആർ കൺഫേർഡ്. 1, 2, 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ പ്രോസസ്. Application for the registration of a cooperative society. Application for the registration of a cooperative society. Then section 7 society overlapping. Societies shall not overlap the area of operation. Shall not overlap the area of operation. Then cooperative section 9 അപ്പോൾ 3 കഴിഞ്ഞു. 6 എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്ലിക്കേഷൻ. 7 എന്താ പറഞ്ഞിരിക്കുന്നത്, സൊസൈറ്റീസ് ഓവർലാപ്പിംഗ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ദെൻ 9 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൾ ബി ബോഡി കോർപ്പറേറ്റ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ഓർക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ മതി. നമ്മളൊരു സാധാരണ ഫ്ലോ ചാർട്ട് വരയ്ക്കില്ലേ, ആ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്ന പോലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇങ്ങനെ വരയ്ക്കാം. ഒരു ഫ്ലോ ചാർട്ട് വരച്ച് വയ്ക്കാം. അപ്പോൾ അത് നിങ്ങളൊരു വർക്കിംഗ് ആക്ടിവിറ്റി ആയിട്ട് എടുക്കുക. നിങ്ങൾ ആ വർക്കിംഗ് ആക്ടിവിറ്റിയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഏതൊക്കെ സെക്ഷൻസാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കേരള ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ആദ്യം നിങ്ങൾ ഫസ്റ്റ് 1 to 10 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളം കൊടുക്കുക. 2nd, 3rd, 4th, 5th, 6th, 7th, 8th, 9th, 10 10 കോളം കൊടുക്കാം. സെക്ഷൻ 1 അതായത് ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ എന്ത് കൊടുക്കാം, ദെൻ അവിടെ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഓർമ്മയിൽ നിൽക്കും. നിങ്ങൾ പഠിച്ചതിന് ശേഷം എഴുതി വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ എഴുതേണ്ടത് സെക്ഷൻ 1 to 10. സെക്ഷൻ 1 to 10 വരെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്, ചില ആക്റ്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് ചില സെക്ഷൻസിലെ ഫസ്റ്റ് സെക്ഷൻ എന്നാണിത് നിലവിൽ വന്നിരിക്കുന്നത്, നെയിം, എക്സ്റ്റെൻറ്റ് ആൻഡ് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് കിട്ടിയല്ലോ. സെക്ഷൻ 2 ഡെഫിനിഷൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സിൻ്റെ ഡെഫിനിഷൻസാണ് സെക്ഷൻ 2. ദെൻ സെക്ഷൻ 3 ഹൂ ഈസ് എ രജിസ്ട്രാർ. അപ്പോൾ അവിടെ ആദ്യത്തെ കോളത്തിൽ എഴുതേണ്ടതാണ് കേട്ടോ. ആദ്യത്തെ കോളത്തിൽ സെക്ഷൻ 1 നെയിം, ടൈറ്റിൽ ആൻഡ് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് KCS ആക്ട് 1969. നെക്സ്റ്റ് സെക്ഷൻ 2 എന്താ എഴുതേണ്ടത്, ഡെഫിനിഷൻ. എക്സാമ്പിൾ അപ്പെക്സ് സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ സെക്ഷൻ 2 കഴിഞ്ഞു. സെക്ഷൻ 3 അപ്പോയിൻമെൻറ്റ് ഓഫ് അല്ലെങ്കിൽ ഹൂ ഈസ് എ രജിസ്ട്രാർ, ആരാണ് രജിസ്ട്രാർ എന്നുള്ളത്.
അപ്പോൾ 3 കഴിഞ്ഞു. സെക്ഷൻ 6 ആണ് പിന്നെ പഠിക്കാനുള്ളത്. സെക്ഷൻ 6 അപ്ലിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്ഷൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് പറയണത് സെക്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഓവർലാപ്പ് ആപ്ലിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിനുശേഷം പിന്നെ പറയുന്നത് സൊസൈറ്റീസ് ഷാൾ നോട്ട് ഓവർലാപ്പ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ. അത് പാടില്ല. അപ്പോൾ തന്നെ അവിടെ 3, 4, 5 പിന്നെ പഠിക്കുന്നത് 6 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൾ ബി ബോഡി കോർപ്പറേറ്റ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഷാൾ ബി ബോഡീസ് കോർപ്പറേറ്റ്. അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 6, സെക്ഷൻ 6 കഴിഞ്ഞാൽ സെക്ഷൻ 7, സെക്ഷൻ 9 ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറയണേ. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 6, 7, 9 ആകെ നമുക്ക് 6 സെക്ഷനെ പഠിക്കാനുള്ളൂ. അപ്പോൾ 1 to 10 എന്ന് പറയുന്ന ഫ്ലോ ചാർട്ടിലെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ക്ലിയർ ആയില്ലേ? സെക്ഷൻ 1 ചോദിച്ചാൽ നിങ്ങളിപ്പോൾ പറയും നെയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, നെയിം, അതുപോലെ തന്നെ എക്സ്റ്റെൻറ്റ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റോ. സെക്ഷൻ 2 പെട്ടെന്ന് ആൻസർ പറയും. എന്താ സെക്ഷൻ 2? ഡെഫിനിഷൻസ്. ക്ലിയർ ആയല്ലോ? സെക്ഷൻ 3 വേഗം ആൻസർ പറഞ്ഞേ. സെക്ഷൻ 3 ഹൂ ഈസ് എ രജിസ്ട്രാർ, ഡെഫിനിഷൻ ഓഫ് രജിസ്ട്രാർ. ദെൻ സെക്ഷൻ 6 അപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ്. സെക്ഷൻ 7 ഓവർലാപ്പിംഗ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ, അല്ലേ? അതായത് ഏരിയ ആപ്ലിക്കേഷൻ ഇവിടെ സൊസൈറ്റീസ് ഷാൾ നോട്ട് ഓവർലാപ്പ് ചെയ്യാനായിട്ട് പാടില്ല. സൊസൈറ്റീസ് ഷാൾ നോട്ട് ഓവർലാപ്പ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ അനദർ സൊസൈറ്റി ഓഫ് ദ സെയിം ടൈപ്പ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൾ ബി ബോഡീസ് കോർപ്പറേറ്റ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി ബോഡീസ് കോർപ്പറേറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് 9 ആയിട്ടുണ്ട്. ഇനി നമുക്ക് 20 വരെയുള്ളത് നോക്കാം. 20 വരെയുള്ള, അപ്പോൾ ഫസ്റ്റ് കോളം നിങ്ങൾ ഫില്ല് ചെയ്തു. ദെൻ സെക്ഷൻ 12 പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 14, 16, 17, 18 5 സെക്ഷൻസാണ് എവിടെ പഠിക്കാനുള്ളൂ? 20-ൻ്റെയും, അതായത് 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-ൻ്റെയും 20-ൻ്റെയും ഇടയിൽ നമുക്ക് പറയാനുള്ളത് അത്രയാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോ. ബൈലോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ബൈലോ എന്ന് പറയുന്നത്. അതായത് ബൈലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ബൈലോ എഴുതി തയ്യാറാക്കിയിരിക്കണം. ആ ബൈലോ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിരിക്കണം. രജിസ്ട്രാർ അപ്രൂവ് ചെയ്താൽ മാത്രമാണ് പിന്നീട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ ആയിട്ട് അത് മാറുള്ളൂ. അപ്പോൾ അമെൻമെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് ബൈലോ. അപ്പോൾ അതായത് ഈ ബൈലോയിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണമെങ്കിൽ, ആ ഭേദഗതികൾ വരുത്തണമെങ്കിൽ നമ്മൾ ഏത് നോക്കിയിരിക്കണം? സെക്ഷൻ 12 പറഞ്ഞിരിക്കുന്നത് പ്രകാരമുള്ള മാറ്റങ്ങളാണ്. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഭേദഗതി വരുത്തേണ്ടത്, അതിനെങ്ങനെയൊക്കെയാണ് നമ്മൾ ജനറൽ ബോഡി വിളിച്ചു കൂട്ടണോ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സിങ്, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ. അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഭേദഗതി വരുത്തുക, മാറ്റങ്ങൾ വരുത്തുക. അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് എന്ന് പറയുമ്പോൾ നിയമസംഹിതയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? അമെൻമെൻറ്റ് ഓഫ് ബൈലോസ്. ദെൻ 14 സെക്ഷൻ 14 അമാൽഗമേഷൻ, transfer of assets and liabilities and divisions of societies. Amalgamation, transfer of assets and liabilities and division of societies. Then next one is അപ്പോൾ എന്താ? അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. അമാൽഗമേഷൻ മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് മെർജ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ? ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അസറ്റ്സോ അല്ലെങ്കിൽ ലയബിലിറ്റീസോ ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടോ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടോ? ദെൻ നെക്സ്റ്റ് വൺ ഈസ് അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ്. അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ്. ദെൻ അവിടെ എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. വാട്ട് ഈസ് മീൻ ബൈ എക്സ്പെൽഷൻ? ദ ആക്ഷൻ എഴുതി വയ്ക്കുക അവിടെ. ദ ആക്ഷൻ ഓർ പ്രോസസ് ഓഫ് ഫോഴ്സിങ് സംവൺ ടു ലീവ് ആൻ ഓർഗനൈസേഷൻ. അതായത് എക്സ്പെൽഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിരിച്ചുവിടുക, അതാണ് എക്സ്പെൽഷൻ. ദ ഫങ്ഷൻ ദാറ്റ് മീൻസ് ആക്ഷൻ ഓർ പ്രോസസ്. അത് വൺ ഓഫ് ദി ആക്ടിവിറ്റിയാണ് ഈ എക്സ്പെൽഷൻ എന്ന് പറയുന്നത്. ദ ആക്ഷൻ ഓർ പ്രോസസ് ഓഫ് ഫോഴ്സിങ്
someone to leave an organization. ആരെങ്കിലും നിർബന്ധപൂർവം സ്ഥാപനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പെൽഷൻ എന്ന് പറയണേ. Then 18 nominal or associate member. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. അപ്പം നമ്മൾ 10ന് ശേഷം 5 സെക്ഷൻസാണ് പഠിക്കുന്നത്. സെക്ഷൻ 12 പെട്ടെന്ന് പറയണം. എന്താ സെക്ഷൻ 12? അമെൻമെൻറ്റ് ഓഫ് ബൈലോ. സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോ. സെക്ഷൻ അപ്പോൾ അതിൽ 12, 14, 16 ഈവൻ നമ്പറുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 12, 14, 16, 18, 20 പകരം നമ്മൾ പഠിക്കുന്നത് 17, 18. അപ്പോൾ 12, 14, 16, 17, 18 5 സെക്ഷനാണ് പഠിക്കുന്നുള്ളൂ അവിടെ. ഏതൊക്കെ സെക്ഷൻസ്? സെക്ഷൻ 12, സെക്ഷൻ 14, സെക്ഷൻ 16, 17, 18. 12, 14, 16, 18, 17, 18. അപ്പോൾ സെക്ഷൻ 12 എന്താ പറഞ്ഞിരിക്കുന്നത്? അമെൻമെൻറ്റ് ഓഫ് ബൈലോ, ഭേദഗതി വരുത്തുക, ബൈലോയിൽ മാറ്റങ്ങൾ വരുത്തുക. രണ്ടാമത് പറഞ്ഞത് എന്താ? സെക്ഷൻ 14 അമാൽഗമേഷൻ, ബൈലോ മാറ്റം വരുത്തുക, അമാൽഗമേഷൻ പറഞ്ഞു. പിന്നെ 16 അഡ്മിഷൻ ഓഫ് എ മെമ്പർ, ഒരു മെമ്പറെ അഡ്മിറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് പിരിച്ചുവിടുക എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പ്രൊസീജിയർ? സെക്ഷൻ 17 എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്, എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. സെക്ഷൻ 18 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. എക്സ്പെൽഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷൻ ഓർ പ്രോസസ് ഓഫ് ഫോഴ്സിങ് someone to leave an organization. അപ്പോൾ ഞാൻ ഏകദേശം ഈ ക്ലാസ്സിൽ കുറച്ച് കൺക്ലൂഡ് ചെയ്യാണ്. കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ സെക്ഷൻ 20 വരെ വരുന്ന സെക്ഷൻസാണ് പഠിച്ചിരിക്കുന്നത്. 10നും 20നും ഇടയിലുള്ള സെക്ഷൻസ് ഏതൊക്കെയാണ്? 10നും 20നും ഇടയിൽ രണ്ടാമത്തെ കോളം നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ കോളം ഫില്ല് ചെയ്യുമ്പോൾ ഏതൊക്കെ സെക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്? സെക്ഷൻ 12, സെക്ഷൻ 14, സെക്ഷൻ 16, 17, 18 ഫില്ല് ചെയ്തു. 12 എന്തായിരുന്നു? 12 നമ്മൾ പഠിച്ചിരിക്കുന്നത് അമെൻമെൻറ്റ് ഓഫ് ബൈലോ. സെക്ഷൻ 14 അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അതാണ് സെക്ഷൻ 14. സെക്ഷൻ 16 അഡ്മിഷൻ ഓഫ് എ മെമ്പർ. സെക്ഷൻ 17 എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ. സെക്ഷൻ 18 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് എന്ത് പഠിച്ചിട്ടുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം, അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ചില സെക്ഷൻസ് പഠിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുള്ളതാണ്. ഈ സെക്ഷൻസ് നമുക്ക് ഓർത്ത് വെക്കാൻ, അതായത് അഡ്മിഷൻ ഓഫ് എ മെമ്പർ എന്ന് പറയുന്നത് സെക്ഷൻ 16 ആണ്, അതായത് സെക്ഷൻ 16 ആണ് എന്ന് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റണം കേട്ടോ. അങ്ങനെ വ്യക്തമാക്കി പറയാനായിട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. നോമിനൽ അത് 18 ആണ്. എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ അത് 17 ആണ്. അമാൽഗമേഷൻ ദെൻ സെക്ഷൻ 14 ആണ് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ അമെൻമെൻറ്റ് ഓഫ് ബൈലോ സെക്ഷൻ 12 ആണ് എന്ന് വ്യക്തമാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം ഏതൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സിങ് ഒന്നുകൂടെ പറയാം. ദെൻ സെക്ഷൻസിലെ ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ ഫില്ല് ചെയ്തിരിക്കുന്ന സെക്ഷൻസ് ഏതൊക്കെയാണ്? സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 6, സെക്ഷൻ 7 ആൻഡ് 9. ക്ലിയർ അല്ലേ? അപ്പോൾ സെക്ഷൻ 1 നെയിം, സെക്ഷൻ 2 ഡെഫിനിഷൻസ്, സെക്ഷൻ 3 who is a registrar, section 6 appointment process, application of a registration process, appointment അല്ല application of a registration process, application of a registration process. Then അതിനുശേഷം section 7 overlapping, the societies has not overlapping the area of operation. പിന്നെ പറഞ്ഞത് എന്താ? ഏരിയ ഓഫ് ഓപ്പറേഷൻ നമുക്ക് ഓവർലാപ്പ് ചെയ്യാനായിട്ട് പാടില്ല. സെക്ഷൻ 9 ബോഡി കോർപ്പറേറ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. ഇനി പിന്നെ നമുക്ക് പറയാനുള്ളത് ഏതാ? സെക്ഷൻ 11 to സെക്ഷൻ 20 നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവണം. ഇപ്പോൾ സെക്ഷൻ 12, 14, 16, 17, 18 സെക്ഷൻ. അപ്പോൾ അതിൽ സെക്ഷൻ 12 അമെൻമെൻറ്റ് ഇപ്പോൾ തന്നെ പഠിക്കാം കേട്ടോ. സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോ, ദെൻ അതിനുശേഷം അമെൻമെൻറ്റ് ഓഫ് ബൈലോ, ദെൻ 14 അമാൽഗമേഷൻ, ദെൻ 14 കഴിഞ്ഞ പിന്നെ 16 ആണ് അഡ്മിഷൻ ഓഫ് എ മെമ്പർ. പിന്നെ അത് കഴിഞ്ഞ് 17 എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ, 18 നോമിനൽ മെമ്പർ ഓർ അസോസിയേറ്റ് മെമ്പർ. ക്ലിയർ? അപ്പം ഞാൻ ആകെ സെക്ഷൻ 20 വരെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സെക്ഷൻസ് പഠിക്കുമ്പോൾ ബോറിംഗ് ആണ്. ഞാൻ ഈ പറയുന്ന പോലെ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്കൊരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കിയിട്ട്
10 കോളം ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ട് ഇപ്പോൾ നിങ്ങൾ സെക്ഷൻ, അതായത് സെക്ഷൻ 10 to 20 എന്ന് പറയുന്ന സെക്കൻഡ് കോളത്തിൽ 5 സെക്ഷനെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. 12, 14, 16, 17, 18. സെക്ഷൻ 1 to 10 നിങ്ങൾക്ക് എത്ര സെക്ഷൻ പഠിക്കാനുണ്ട്? സെക്ഷൻ 1, 2, 3, 6, 7, 9. അപ്പോൾ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതുവരെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സെക്ഷൻ, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ സെക്ഷൻസ് പഠിച്ചേ ഇരിക്കൂ, നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് പഠിക്കും. അപ്പോൾ എല്ലാവരും മനസ്സിരുത്തി ടെക്സ്റ്റ് ബുക്കും ആയിട്ട് ഇരിക്കുക, നോട്ട്ബുക്ക് എടുക്കുക, ഇതൊക്കെ കുറിച്ച് വെച്ചുകൊണ്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആൾ.